കോളനി എന്ന പേര് അല്ലെങ്കിൽ ആ ഒരു പ്രയോഗം ഇനിയില്ല. മലപ്പുറം മാണൂരിലെ ലക്ഷം വീട് കോളനി എന്നറിയപ്പെട്ടിരുന്ന ഒരു പ്രദേശത്താണ് ഞാനുള്ളത്. ഇവിടുത്തെ നിവാസികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തെ, സർക്കാരിൻ്റെ ഒരു തീരുമാനത്തെ കാണുന്നത്? സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ എല്ലാവിധത്തിലും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതിന് വളരെ സന്തോഷത്തോടെയാണ്, സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. എന്താണ് കാരണം? കാരണം എന്ന് പറഞ്ഞാൽ കോളനിക്കാരെന്ന് പറഞ്ഞാൽ അവരവർ താഴേക്കടയിൽ കഴിയുന്ന ആൾക്കാരാണെന്നുള്ളൊരു എല്ലാവർക്കും അങ്ങനെ ഒരു ഇതാണുള്ളത്. അതിൽ നിന്നൊരു മാറ്റം വരണ്ടേ, അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. അത്തരത്തിലുള്ളൊരു അനുഭവങ്ങളൊക്കെ ഈ ജീവിത പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ചിത്രീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ താഴേക്കിട എന്നൊരു അങ്ങനെ ഒരു ബാനർ അറിയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ പൂർണ്ണമായി ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. കാരണം മുൻകാലങ്ങളൊക്കെ വിവാഹമൊക്കെ അന്വേഷിച്ച് വരുന്ന സമയത്ത് കോളനി എന്നാണെന്ന് പറയുമ്പോൾ പിന്നോട്ടടിക്കുന്ന ഒരു സ്വഭാവം എല്ലാവരും കണ്ടിരുന്നു. ഇങ്ങോട്ട് കൊണ്ടുവരുന്നതായാലും ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നതായാലും അങ്ങനത്തെ ഒരു സാഹചര്യം ഭാഗത്ത് നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പേര് മാറ്റുന്നത് കാരണം ആളുകളുടെ മനോഭാവത്തിലൊരു മാറ്റം ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ സന്തോഷകരമായ ഒരു തീരുമാനമാണ് രാധാകൃഷ്ണൻ മിനിസ്റ്റർ എടുത്തിട്ടുള്ളത്. അതിൽ വളരെയധികം സന്തോഷം. നമ്മൾ കോളനി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയുക, വളരെ താഴ്ന്നൊരു രീതിയിലാണ് പെരുമാറുന്നതൊക്കെ. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 14 വർഷമായി. പക്ഷേ ഇന്നേ വരെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ കോളനിയിലാണില്ലേ എന്നുള്ളൊരു ചോദ്യം പുറത്തൊക്കെ പ്രത്യേകിച്ച് പോകുമ്പോൾ അങ്ങനെ ഒരു മനോഭാവം നിലനിന്നിരുന്നു അല്ലേ? അതെ, എവിടെയാണ് താമസിക്കുന്നത്? ലക്ഷം വീട് കോളനിയിലാണല്ലോ. അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, സാധാരണ ആളുകൾ ചെറിയ വീട് അടുത്തുണ്ടായാൽ നമ്മൾ ലക്ഷം വീടെന്ന് പറയുന്നു. എന്നാൽ തൊട്ട് വലിയ വലിയ ആളുകൾ അടുത്തടുത്ത് വീട് വെച്ചാൽ നമ്മൾ എന്ത് പറയുന്നു? ലാക്ക് വില്ല എന്ന് പറയുന്നു. ഞങ്ങളും അങ്ങനെ തന്നെ. അതെ, വലിയൊരു സന്ദേശമാണ്, വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണത്. ഞങ്ങളങ്ങനെ പറയാറുണ്ട്. മറ്റു എല്ലാ സൗകര്യവും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. എല്ലാം ഈ ഒരു പേരിൻ്റെ ഒറ്റ പ്രശ്നമുള്ളൂ, ഇത്രയുള്ളൂ. ഈ ഒരു തീരുമാനത്തെ എന്തായാലും നാട്ടുകാർ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിപ്ലവകരമായ ഒരു മാറ്റമായി തന്നെയാണ് ജനങ്ങൾ ഇതിനെ കാണുന്നത്. പ്രജോഷ് കുമാറിനോടൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.